കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഭൂമിയിൽ കാണുന്ന വിവിധ തരം റോക്സുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. പ്രധാനമായും 3 തരം റോക്സിനെ കുറിച്ചാണ് പ്രതിപാദിച്ചത്: ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ പ്രൈമറി റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. അവയുടെ ക്ലാസിഫിക്കേഷൻ, അവയിൽ കാണുന്ന വിവിധ തരം ഷേപ്പുകളിൽ കാണുന്ന ഷേപ്പ് അല്ലെങ്കിൽ സൈസിൽ കാണപ്പെടുന്ന വിവിധ ആകൃതിയിൽ കാണപ്പെടുന്ന പ്ലൂട്ടോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവയുടെ ടെക്സ്ചറിനെ കുറിച്ച് പഠിച്ചു. ഭൂമിയുടെ ഉപരിതലത്തിന്റെ അധിക ഭാഗവും സമുദ്രത്തിന്റെ ഫ്ലോർ ഉൾപ്പെടെ സെഡിമെന്റ്സ് കൊണ്ടാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എർത്ത് ക്രസ്റ്റിന്റെ 7% മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സെഡിമെന്ററി റോക്സ് ഉള്ളത്. എന്നാൽ എർത്ത് സർഫസിന്റെ 70% നിറഞ്ഞിരിക്കുന്നത് ഈ സെഡിമെന്ററി റോക്സ്. കോണ്ടിനെന്റ്സിലെ ശിലകൾക്ക് അവക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് സംഭവിച്ച് സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നു. വേറെ ചിലതാണെങ്കിൽ ഷെല്ലുകൾ, പല ജീവികളുടെ ഷെല്ലുകളും അവയുടെ റിമെയിൻസും എല്ലാം കൂടെ, അവശിഷ്ടങ്ങളും എല്ലാം കൂടെ കൂടിച്ചേർന്ന് സമുദ്രങ്ങളിലും കായലുകളിലും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ലേയേഴ്സ് ആയിട്ട് ഉണ്ടാകുന്ന തരമാണ്. ചില സമയത്ത് സമുദ്രത്തിലെയും കായലുകളിലെയും ലയിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ, കെമിക്കൽ പ്രസിപ്പിറ്റേഷനിലൂടെ അവയും അതോടൊപ്പം ഷെല്ലുകളും കൂടി ചേർന്നിട്ട് പുതിയ മിനറൽസ് ആയിട്ട് മാറുന്നു. ആ മിനറൽസ് ഹാർഡൻ ചെയ്ത് റോക്കായിട്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്സ്. നമുക്ക് സെഡിമെന്ററി റോക്സ് എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. ഭൂമിയുടെ സർഫസ് എന്ന് പറയുമ്പോൾ അതിൽ സമുദ്രത്തിന്റെ ഫ്ലോർ ഉൾപ്പെടെയുണ്ട്. A surface including its sea floor is covered with sediments. Sediments means small fragments. ഈ സെഡിമെന്ററി റോക്സ് എന്ന പദം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. The word sedimentary comes from the Latin word sedimentum, which means settling. അടിഞ്ഞു കൂടുക. Settling means അടിഞ്ഞു കൂടുക എന്നർത്ഥമുള്ള സെഡിമെന്റം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സെഡിമെന്ററി എന്ന വേർഡ് വന്നത്. ഈ ഇത്തരം സെഡിമെന്റ്സ് പല രീതിയിൽ ഫോം ചെയ്യാം. മുമ്പുണ്ടായിരുന്ന പഴയ റോക്സിൽ നിന്നും ഫിസിക്കൽ പ്രോസസ്സിലൂടെ ബ്രോക്കൺ ചെയ്ത് ആ ചെറിയ പീസസ് ഹാർഡൻ ചെയ്തിട്ട് ഉണ്ടാകാം. ഈ ചെറിയ പീസസ് എല്ലാം അല്ലെങ്കിൽ സെഡിമെന്റ്സ് എല്ലാം കാറ്റ് ഒഴുകുന്ന ഐസ് അല്ലെങ്കിൽ ഗ്ലേഷ്യസ് എന്ന് പറയും, ഇവയാൽ നീക്കം ചെയ്യപ്പെടുകയും മറ്റൊരിടത്ത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. ക്രമേണ വളരെ പതുക്കെ തന്നെ ഇവ പാളികളായി കുമിഞ്ഞുകൂടും. ഇത്തരം അയഞ്ഞ അവസാദങ്ങൾ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ദൃഢീകരിച്ചുണ്ടായ റോക്സോ ലായനികളിൽ നിന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്തുണ്ടായ കെമിക്കൽ റോക്സോ അല്ലെങ്കിൽ സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സോ ആണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. പഴയ റോക്സ് അത് പരസ്പരം കൂട്ടിമുട്ടിയോ ഒക്കെ ബ്രോക്ക് ചെയ്തിട്ട് ചെറിയ സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നു. ആ സെഡിമെന്റ്സിനെ, ഫ്രാഗ്മെന്റ്സിനെ സെഡിമെന്റ്സ് എന്ന് പറയുന്നു. ഈ സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ വിൻഡ്, വാട്ടർ ഓർ ഐസ്. അപ്പൊ ഈ സെഡിമെന്റ്സ് അവിടെ കിടക്കില്ല. അവ പല ജിയോളജിക്കൽ ഏജൻസ് ആണ് വിൻഡ്, വാട്ടർ, ഐസ് ഏജൻസിലാണ്. അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ നടന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ദി സെഡിമെന്റ്സ് ആർ കംപ്രസ്ഡ് ആൻഡ് ഹാർഡൻ, ദൃഢീകരിക്കുന്നു, നല്ല ഞെരിഞ്ഞമർന്ന് അത് കട്ടിയായിട്ട് ഫോം ലേയേഴ്സ് ഓഫ് സെഡിമെന്ററി റോക്സ് ടു ഫോം വിച്ച് ഇസ് നോൺ സെഡിമെന്ററി റോക്സ്. അപ്പം ലേയേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അവയെ നമ്മൾ സെഡിമെന്ററി റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സെഡിമെന്ററി റോക്സിന് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റോക്ക് ഫോം ഫ്രം the consolidation of loose sediments transported and deposited by wind, water or ice that has accumulated in layers.
The second, a chemical rock formed from precipitation from solution, or it is an organic rock consisting of remains or secretions of plants and animals. Mechanical sedimentary നേരത്തെ ഉണ്ടായിരുന്ന റോക്സ് ഒടിഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് ജിയോളജിക്കൽ ഏജൻസിനാൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അത് അക്യുമുലേറ്റ് ചെയ്ത് ലേയേഴ്സ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക്. ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ഇത് ഫോം ചെയ്യാം. ഈ റോക്സ് പൊടിയുമ്പോൾ, ഉണ്ടായിരുന്ന ഇഗ്നസ് റോക്സ് പൊടിയുമ്പോൾ അതിൽ കുറേയൊക്കെ വെള്ളത്തിൽ അലിഞ്ഞു ചേരാം. ആ മിനറൽസ് എല്ലാം അലിഞ്ഞു ചേർന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഓഷ്യൻ ബേസിൽ ചെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അതിലെ മിനറൽസ് ഒക്കെ പല അയോൺസ് എല്ലാം അതിനകത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഡിസോൾവ് അയോൺസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എന്തായിട്ടാണ് കെമിക്കൽ റോക്കായിട്ട് മാറും. അതും ഒരു സെഡിമെന്ററി റോക്ക് തന്നെ. ഇനി മൂന്നാമത്തെ രീതിയിൽ ഇത് ഫോം ചെയ്യാം. ഓഷ്യൻ ബേസിൽ എത്തുമ്പോൾ അവിടുത്തെ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ റിമെയിൻസ് ഉണ്ട്, ഷെൽസ് ആൻഡ് സ്കെൽട്ടൺസ്, ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതോടൊപ്പം സെഡിമെന്റ്സ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സ്. സോ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെഡിമെന്ററി റോക്സ് ആണ്. 3 രീതിയിലാണ് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സെഡിമെന്ററി റോക്സിനെ അവസാദ ശിലകൾ നമ്മൾ പറയുന്നുണ്ട്. 3 രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് മോഡ് ഓഫ് ഫോർമേഷൻ അനുസരിച്ച് they are classified into 3 types. One is the first one, clastic sedimentary rocks. Second one, chemical sedimentary rocks. Third one, biochemical sedimentary rocks. Biochemical sedimentary rocks. So classic sedimentary rocks, chemical sedimentary rocks, biochemical sedimentary rocks. 3 types. ഇവ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ്. ഇത് മെക്കാനിക്കലി ഫോംഡ് ആണ് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഒന്നുകൂടെ പറയാം. നേരത്തെ നിലനിന്നിരുന്ന പ്രൈമറി റോക്സ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സ് അത് ഫിസിക്കലി വെതേർഡ് ആയി ബ്രോക്കൺ പീസസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നു. ആ സെഡിമെന്റ്സ് ബ്രോക്കൺ അല്ലെങ്കിൽ പൊട്ടിപ്പൊടിഞ്ഞത് എന്നുള്ള അതാണ് ക്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ക്ലാസ്റ്റിക് എങ്ങനെ വരുന്നത്? ഫോംഡ് ഫ്രം ബ്രോക്കൺ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ്. ഇവിടെ പ്രീ എക്സിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി റോക്സ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സ് ആണ് മെയിൻ ആയിട്ട്. ബ്രോക്കൺ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് മാറുന്നു. ആ പീസസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഈ ചെറിയ പീസസ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന റോക്ക് പൊടിഞ്ഞ പീസസ്. ആ പീസസിന്റെ കൂടെ വേറെ കുഞ്ഞു കുഞ്ഞു സെഡിമെന്റ്സും ചെറിയ സിമെന്റിക് മെറ്റീരിയൽ എല്ലാം കൂടെ ചേർന്നിട്ട് റോക്കായിട്ട് മാറുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇവിടെ റോക്കായിട്ട് ഫോം ചെയ്തു. ബ്രഷ്യ, നമുക്ക് ക്ലാസിക് റോക്സുകൾ ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കൺഗ്ലോമറേറ്റ്, ബ്രഷ്യ, റെഡ് സാൻഡ്സ്റ്റോൺ, ഗ്രേ സാൻഡ്സ്റ്റോൺ, ഷെയിൽ. അപ്പൊ ഇത്തരം റോക്സിലൊക്കെ നമുക്ക് ഇതിന്റെ സെഡിമെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ്. ഈ ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ്, ഈ വേർഡ് എങ്ങനെ വന്നു? ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ്. ദ വേർഡ് ക്ലാസിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്ലാസ്റ്റോസ്. ക്ലാസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. മീനിങ് എന്ന് വെച്ചാൽ ബ്രോക്ക് എല്ലാം കൂടി ചേർന്ന് ചെറിയ പീസസ് നമുക്ക് കാണാൻ പറ്റും. ദീസ് ബ്രോക്കൺ സെഡിമെന്റ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം എ സെഡിമെന്ററി റോക്ക്. അത്തരം റോക്സിനെയാണ് നമ്മൾ ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. നേരത്തെയുള്ള ഇഗ്നിയസ് റോക്സ് ഫിസിക്കൽ വെതറിങ് സംഭവിച്ച് ചെറിയ പീസസ്, ബ്രോക്കൺ പീസസ് ആയിട്ട് മാറുന്നു, സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നു. ഇവയെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഗ്ലേഷ്യേഴ്സ് തുടങ്ങിയവ വഹിച്ച് അനുയോജ്യമായ പ്രദേശങ്ങളിൽ എത്തുന്നു. മണൽ, ചരൽ, കളിമണ്ണ് തുടങ്ങിയ രൂപങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇവ ക്രമേണ ദൃഢീകരിച്ച് അല്ലെങ്കിൽ ഹാർഡൻ ചെയ്ത് ക്ലാസിക് സെഡിമെന്ററി റോക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ തന്നെ 2 ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കൺഗ്ലോമറേറ്റ്, രണ്ടാമത്തത് ബ്രഷ്യാണ്. മെയ്ഡ് ബൈ കോമ്പാക്ഷൻ ആൻഡ് സിമെന്റേഷൻ ഓഫ് സെഡിമെന്റ്സ് ആൻഡ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ സൈസ് ഓഫ് ദ ഫ്രാഗ്മെന്റ്സ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്ട് ചെയ്ത് സിമെന്റ് ചെയ്തിട്ടാണ് അല്ലെ. നേരത്തെ ഉണ്ടായിരുന്ന റോക്സ് പൊടിഞ്ഞിട്ട് കുഞ്ഞ് ഇത്തരം പീസസ് ആയിട്ട് മാറുന്നു. ഈ പീസസ് എന്ത് ചെയ്യുന്നു? ഈ പീസസ് ഹാർഡൻ ചെയ്യുന്നു, സിമെന്റ് ചെയ്യുന്നു. നമ്മുടെ വീട് വെക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടികകളെല്ലാം എടുത്ത് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട്
കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കും ഇല്ല. അതിന്റെ ഇടയ്ക്കേക്ക് സിമന്റ് കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇഷ്ടികകൾ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഇഷ്ടികകൾ ഉറച്ചിരുന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭിത്തി നിർമ്മിക്കുന്നത് പോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഇത്തരം പൊടിഞ്ഞ ബ്രോക്കൺ പീസസ് അതിന്റെ ഇടയിൽ സിമെന്റിങ് മെറ്റീരിയൽ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് റോക്സൈറ്റ് മാറുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഈ കൺഗ്ലോമറേറ്റില് നല്ല റൗണ്ടഡ് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള സെഡിമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ ബ്രഷ്യ ഇത്തരം ഈ ഇതില് പോളിഷ്ഡ് അല്ല, വളരെ ഷാർപ്പായിട്ടുള്ള ഷാർപ്പ് എഡ്ജോട് കൂടിയ ഫ്രാഗ്മെന്റ്സ് ആണ് നമുക്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസവും അതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ക്ലാസിക് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. വെൻ എക്സിസ്റ്റിംഗ് parent rocks are weathered, fragmented, transported and deposited in layers that compact, cement and consolidate to form sedimentary rocks. ഇങ്ങനെ ക്ലാസിക് സെഡിമെന്ററി റോക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് 5 പ്രോസസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോസസ്, ഫസ്റ്റ് വൺ വെതറിംഗ്, സെക്കൻഡ് വൺ ഇറോഷൻ, തേർഡ് ട്രാൻസ്പോർട്ടേഷൻ, ഫോർത്ത് വൺ ഡെപ്പോസിഷൻ ആൻഡ് ലിത്തിഫിക്കേഷൻ. 5 പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? സെഡിമെന്ററി, ക്ലാസിക് സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ക്ലാസിക് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യാൻ 5 പ്രോസസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് ഇത് ഓരോ പ്രോസസ്സും ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫിസിക്കൽ വെതറിംഗ് അല്ലെ, ദ ജനറൽ പ്രോസസ് ആണ് വെതറിംഗ്. Weathering is a general process by which rocks are broken down at earth surface to produce sediment particles. അപ്പൊ ഫിസിക്കൽ വെതറിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന റോക്സ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ബ്രോക്കൺ പീസസ് ആയി, കുഞ്ഞു പീസസ് ആയിട്ട് മാറുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്ലാസിക് സെഡിമെന്ററി റോക്സ്. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇതിന് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടെ ചിത്രത്തിൽ നോക്കുക, വലിയ പീസസ് റോക്സ്. ഈ റോക്സ് വെള്ളം, നല്ല തിരമാലകൾ അല്ലെങ്കിൽ ശക്തിയുള്ള വെള്ളം വന്ന് ഇടിച്ചിട്ട് ഇത് പൊട്ടി ചെറിയ പീസായിട്ട് മാറും. ഈ വലിയ പീസെല്ലാം പൊട്ടി പൊട്ടി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പീസും ചെറിയ പീസായിട്ട് മാറുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കുന്നിന്റെ മുകളിലാണ് ഉള്ള വലിയ റോക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞ് കുഞ്ഞു തരികളായിട്ട് സെഡിമെന്റ്സ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം ക്ലാസിക് ആണ്, ബ്രോക്കൺ പീസസ് ആണ്. ഇവിടെയും ബ്രോക്കൺ പീസസ് ധാരാളം നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറോഷൻ ആണ്. ഈ വെതറിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സെഡിമെന്റ്സ് അവയുടെ യഥാസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. അപ്പൊ ഈ നീക്കം ചെയ്യുന്ന, അപ്പൊ ഈ വെതേർഡ് പ്രോഡക്ട്സ് അതിന്റെ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ട്രാൻസ്പോർട്ട് വെറുതെ മൂവ് ചെയ്ത് പോകത്തില്ല. മാസ് വേസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ എങ്ങനെ പോകുന്നു? ജിയോളജിക്കൽ ഏജൻസ് ആണ്. റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, മൂവിങ് ഐസ്, വേവ്സ്. മൂവിങ് ഐസിന് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇവയുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് ഈ പൊടിഞ്ഞ സെഡിമെന്റ്സ്, വെതേർഡ് പ്രോഡക്ട്സ് എല്ലാം ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം, ഇറോഷൻ പറയുമ്പോൾ ഇറോഷന്റെ കൂട്ടത്തിലുള്ള സെക്കൻഡ് സ്റ്റേജ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ സെഡിമെന്റ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. ചിലപ്പോൾ മലയുടെ മുകളിലുള്ള സെഡിമെന്റ്സ് ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് താഴേക്ക് പതിക്കും. അല്ലെങ്കിൽ നല്ല കുത്തിയൊലിച്ച് വരുന്ന വെള്ളം, നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളച്ചാട്ടമായിട്ട് രൂപപ്പെട്ടത് താഴേക്ക് പതിക്കുന്നു. നല്ല ശക്തിയായിട്ട് കാറ്റടിക്കുമ്പോൾ താഴേക്ക് പതിക്കും. ഇനി ഓഷ്യൻ വേവ്സ് ഉള്ള സ്ഥലമാണെങ്കിൽ വർക്കല ബീച്ചിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വർക്കല ബീച്ചിന്റെ ഒരു ഭാഗം ക്ലിഫാണ്, തൂങ്ങിക്കിടക്കുന്ന കിഴക്കാൻ തൂക്കായ കുന്നുകളുള്ള ഒരു ബീച്ചാണ് വർക്കല എന്ന് പറയുന്നത്. ഈ വർക്കല ബീച്ചിൽ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കടലിലെ തിരമാലകൾ ചെന്നിടിച്ചിട്ട് അതിന്റെ ഓരോ ഭാഗവും അടർന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തരം ഇറോഷനാണ് നടക്കുന്നത് അവിടെ. അപ്പോൾ ഇറോഷന്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ ബ്രോക്കൺ പീസസിനെ കൊണ്ടുപോകണമെങ്കിൽ ഈ ജിയോളജിക്കൽ ഏജൻസ് ആയ വിൻഡ്, വാട്ടർ, ഇതിനൊക്കെ എന്തുണ്ടാവണം? എനർജി ഉണ്ടാവണം. അപ്പൊ വലിയ പീസിന് ഹൈ എനർജി ലെവൽ, ഹൈ വെലോസിറ്റി ഉള്ള വാട്ടറിൽ നല്ല കുത്തിയൊലിച്ച് വരുന്ന വെള്ളം, വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ആ വലിയ ബോൾഡേഴ്സിനെല്ലാം അത് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകും. വലിയ ബോൾഡേഴ്സ് എനർജി ഡൗൺ ആവുമ്പോൾ വലിയ ബോൾഡേഴ്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുകയും വളരെ ഫൈൻ ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻ സെഡിമെന്റ്സ് എല്ലാം എന്ത് ചെയ്യും? വളരെ ദൂരേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും.
Generally, the coarser fractions of sediments are left behind during transportation process. Thus, coarser sediments are usually found closer to the source, and finer grain sediments are found farther away from the source. അതായത് എവിടെ പൊടിഞ്ഞോ അതിൽ നിന്ന് വളരെ ദൂരത്തേക്ക് ചെറിയ തരികളെല്ലാം ക്യാരി ചെയ്ത് ദൂരത്തേക്ക് കൊണ്ടുപോകും. വെലോസിറ്റി കുറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെലോസിറ്റി കുറയുമ്പോൾ ഈ സെഡിമെന്റ്സിൽ കുറെ സെഡിമെന്റ്സ് ഒക്കെ മൂവ് ചെയ്യത്തില്ല, അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിൽ ഏറ്റവും വലിയ ദീസ് പാർട്ടിക്കിൾസ് ഫോം ലേയേഴ്സ് ഓഫ് സെഡിമെന്റ്സ് ആണ്. അപ്പൊ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡിൽ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടില് സെഡിമെന്ററി ബേസിൽ ഇത് ലേയേഴ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. The deposited materials build up sediments in layers one over the. അപ്പൊ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ ഹെവി ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ കോണ്ടിനെന്റ്സിലെ പാറയെല്ലാം പൊടിഞ്ഞ് സെഡിമെന്റ്സ് ആയിട്ട് മാറി അത് അവസാനം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തി. അപ്പൊ എത്തുന്നു. ഓരോ വർഷം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ ലേയേഴ്സ് വൺ ലെയർ ഓവർ ആൻഡ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ നമുക്കത് നോക്കാം. ഇതൊരു ചെറിയൊരു ലാൻഡ്സ്കേപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വെതറിങ്, ഈ ഭാഗത്തൊക്കെ വെതറിങ് സംഭവിക്കുന്നു, ഉയർന്ന ഭാഗത്ത് വെതറിങ് സംഭവിച്ചു. ഇതുവഴി ഒഴുകുന്ന ജലത്തിലൂടെ കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സോട് കൂടി ട്രാൻസ്പോർട്ട് ചെയ്ത് അവസാനം ഈ ബേസിൽ വാട്ടർ ബേസിൽ എത്തുന്നു. ആ ബേസിൽ എത്തുമ്പോൾ നമുക്ക് ബേസിന്റെ ഒരു ചെറിയൊരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസോൾഡ് അയോൺസ് ഈ വാട്ടർ, ഡിസോൾഡ് അയോൺസ് ഉണ്ടാവും, ക്ലേ സിൽട്ട് ഉണ്ടാവും, ഓർഗാനിക് റിമെയിൻസ്, അതായത് പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയൊക്കെ റിമെയിൻസ് അവശേഷങ്ങൾ, ഷെൽസ്, സ്കെൽറ്റൻസ് എല്ലാം ഉണ്ടാവും. റോക്ക്, മിനറൽസ്, ഫ്രാഗ്മെന്റ്സ് എല്ലാം, ഡെട്രിറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബ്രോക്കൺ പീസസ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവയെല്ലാം മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് സെറ്റിൽ ഡൗൺ ചെയ്ത് സെഡിമെന്ററി റോക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റിൽ ഓരോ സ്റ്റേജും കൂടെ ഉണ്ട്, ലിത്തിഫിക്കേഷൻ. ക്ലാസിക് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നതിന്റെ അവസാനത്തെ ഒരു സ്റ്റേജ് ആണ് ലിത്തിഫിക്കേഷൻ ഓർ ഡയാജൻസിസ് എന്ന് പറയുന്നത്. It is a process that turns loose sediments buried within sedimentary pages into a consolidated hard sedimentary rock. It may take thousands of years for the conversion of sediments into sedimentary rocks. അപ്പൊ നമുക്ക് സെഡിമെന്ററി റോക്കായിട്ട് മാറാൻ വേണ്ടിയിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുക്കും. ലിത്തിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലൂസ് സെഡിമെന്റ്സിനെ, സമുദ്രത്തിന്റെ ബേസിൽ എത്തുന്ന ലൂസ് സെഡിമെന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് സെഡിമെന്റ്സ് എങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞു എന്നുള്ള, വെതറിങ് സംഭവിച്ചു, ഇറോഷൻ സംഭവിച്ചു, ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചു, അവസാനം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അത് ലൂസായിട്ടാണ് നടക്കുന്നത് അല്ലെ, വളരെ അല്ല കോമ്പാക്ട് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇതിനെ നല്ല കട്ടിയുള്ള റോക്കായിട്ട് മാറ്റണം, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുക്കുക. ആ പ്രോസസ്സിനെ കട്ടിയായിട്ടുള്ള റോക്കായിട്ട്, ഹാർഡൻ ചെയ്ത റോക്കായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ ലിത്തിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ലിത്തിഫിക്കേഷന് രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഒന്ന് കോമ്പാക്ഷൻ, the other one cementation. It involves the process of compaction. It means lithification involves the process of compaction and cementation. Compaction എന്ന് വെച്ചാൽ ഞെരിഞ്ഞമരൽ. എന്താണ് ഞെരിഞ്ഞമരൽ? The lithification process involves the process of compaction and cementation. ഞെരിഞ്ഞമരൽ. നമുക്ക് കോമ്പാക്ഷൻ വെച്ചാൽ ഞെരിഞ്ഞമരൽ. അപ്പൊ ഇതെന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ ഒന്ന് നോക്കുക. ഇതൊരു സെഡിമെന്ററി ലെയർ ആണെന്ന് സങ്കല്പിക്കുക. സെഡിമെന്ററി ലെയറിനകത്ത് എന്തുണ്ട്? നല്ല ബ്രോക്കൺ പീസസ് ഉണ്ട് അല്ലെ. നമ്മൾ ബ്രഷിലും കൺഗ്ലോമറേറ്റിലും ഒക്കെ കണ്ടതുപോലെ ബ്രോക്കൺ പീസസ് ഉണ്ട്. ഈ ബ്രോക്കൺ പീസസിന്റെ ഈ പോർ സ്പേസസ് ഉണ്ട്. പോസ് എന്ന് വെച്ചാൽ സുഷിരങ്ങൾ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ സുഷിരങ്ങളിൽ ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുക. ഈ ലെയർ, ഇതൊരു ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ലെയറിന് മുകളില് വീണ്ടും നെക്സ്റ്റ് ഇയറിൽ മഴ പെയ്ത് അല്ലെങ്കിൽ നല്ല ശക്തമായ കാറ്റിൽ പെട്ട് ധാരാളം സെഡിമെന്റ്സ് വന്ന് ഓഷന്റെ ബേസിൽ വന്ന് അടിയുന്നു. അപ്പോ ഇവയുടെ പുറത്തായിട്ട് വീണ്ടും ടൺസ് ഓഫ് സെഡിമെന്റ്സ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇവിടുത്തെ വാട്ടർ സ്ക്യൂസ് ഔട്ട് ചെയ്യും. സ്ക്യൂസ് ഔട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ പുറത്തേക്ക് ജലം പിഴിഞ്ഞ് പോവുക, പുറത്തേക്ക് പോവുക. അപ്പൊ ഇതിലെ തരികൾ അടുത്ത് വരും അല്ലെ. ഈ ബ്രോക്കൺ പീസസ് അടുത്ത് വരും. ഇതിന്റെ മുകളിലേക്ക് ലേയേഴ്സ് വന്ന് വീഴുമ്പോൾ ഈ തരികൾ ഞെരിഞ്ഞ വരുന്നു, കോമ്പാക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് കോമ്പാക്ഷൻ. അടുക്കുകയും ഈ വെള്ളം സ്ക്യൂസ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു, പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു.
അപ്പൊ ഈ സുഷിരങ്ങളുടെ അളവ് കുറയുന്നു. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കുക, ഇത് ഞെരിഞ്ഞമർന്നതിന്റെ കോമ്പാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഈ സുഷിരങ്ങളുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതിനകത്തും കുറച്ച് ഫ്ലൂയിഡ്സില് കുറെ മിനറൽസ്, ഇതിനകത്തുള്ള വാട്ടറിൽ കുറെ മിനറൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, സോലുബിൾ ആയിട്ടുണ്ടാവും. ഈ ഇതിനകത്തുള്ള വാട്ടർ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന മിനറൽസ് ഇവിടെ എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. പ്രസിപ്പിറ്റേറ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ ചില സിമെന്റിങ് മിനറൽസ് ആയിട്ട് അത് ഫോം ചെയ്തു. സാധാരണ ക്വാർട്സ്, ഫെൽസ്പാർ, ഹേമറ്റൈറ്റ് ഇവയൊക്കെ സിമെന്റിങ് മെറ്റീരിയൽ മിനറൽസ് ആയിട്ട് ഫോം ചെയ്യും. വെള്ളത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള മിനറൽസ് ആണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മിനറൽസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതെല്ലാം ഈ വലിയ തരികൾ അടുത്ത് വരികയും ഇതിന്റെ ഇടയ്ക്കുള്ള സിമെന്റിങ് മെറ്റീരിയൽ ഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇഷ്ടിക അടുക്കി വെച്ചിട്ട് സിമെന്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മിനറൽസ് ഈ വലിയ കണികകളെ അല്ലെങ്കിൽ തരികളെ അടുപ്പിച്ച് സിമെന്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് ഹാർഡൻ ചെയ്യുന്നു. അപ്പൊ കോമ്പാക്ഷൻ നടന്നു, സിമെന്റേഷൻ നടന്ന് എന്തായിട്ട് മാറി, ഇതൊരു പുതിയ റോക്കായിട്ട് മാറുന്നു. ചില ധാതു ഘടകങ്ങളെ ശിലാതരികൾക്കിടയിൽ നിക്ഷേപിക്കുകയാണ്. അപ്പൊ ഈ ധാതു ഘടകങ്ങളെ ഈ തരികൾക്ക്, ഈ വലിയ തരികൾക്കിടയിൽ നിക്ഷേപിച്ച് അത് ഒട്ടിച്ചേർന്ന് ഒരു പശ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് സിമെന്റേഷന് കാരണമാകുന്നു. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ കോമ്പാക്ഷൻ നടന്നു, ഇവിടെ സിമെന്റേഷൻ നടന്നു. അപ്പൊ ഈ സാധാരണ സിമെന്റുകളായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഈ ഇടയ്ക്ക് കാണുന്ന ഈ മിനറൽസ് എന്ന് വെച്ചാൽ ക്വാർട്സ്, കാൽസൈറ്റ്, ഹേമറ്റൈറ്റ് ഇവയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇതൊരു സെഡിമെന്ററി റോക്കായിട്ട് മാറുകയാണ് ചെയ്തത്. During compaction, sediments are progressively deposited on top of one over the other, and over time, the weight of the accumulated sediments increases and compresses the underlying buried sediments. When more and more sediments are deposited on top, മുകളിൽ ഒന്നിന് മുകളിൽ വേറെ ഒന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത സെഡിമെന്റ്സിന്റെ വെയിറ്റ് കാരണം താഴെയുള്ള ലേസ് കംപ്രസ് ആകുന്നു, താഴേക്ക് കംപ്രസ് ആയി ഞെരിഞ്ഞവരെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കോമ്പാക്ട് ചെയ്തിട്ട് ആ സമയത്ത് കോമ്പാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ തരികൾക്കിടയിലുള്ള വാട്ടർ is squeezed out from between the grains, and some of this water and other fluids may precipitate. അപ്പൊ ആ വെള്ളത്തിൽ അലിഞ്ഞിരുന്നിട്ടുള്ള കുറച്ച് മിനറൽസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പുതിയ മിനറൽസ് ആ സുഷിരങ്ങളിൽ രൂപപ്പെടുന്നു. ഈ പുതിയ മിനറൽസ് ആണ് ഞാൻ പറഞ്ഞത് കാൽസൈറ്റ്, ഹേമറ്റൈറ്റ്, ക്വാർട്സ്. ഇവ എന്തായിട്ട് പ്രവർത്തിക്കുന്നു, ഈ വലിയ തരികളെ ഒട്ടിച്ച് ചേർക്കുന്ന ഇഷ്ടികകളെ സിമെന്റ് ചെയ്യുന്നത് പോലെ വലിയ തരികളെ സിമെന്റ് ചെയ്യുന്ന സിമെന്റിങ് മെറ്റൽ പശ പോലെ അത് പ്രവർത്തിക്കുന്നു. ഇതാണ് സിമെന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു സെഡിമെന്ററി റോക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സെഡിമെന്ററി റോക്ക് നമുക്ക് കാണാം. ഇത് ലേയേഴ്സ് ഇവിടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല, നല്ലതായിട്ട് നമുക്ക് ഇതൊരു സെഡിമെന്ററി റോക്ക് ലെയറിന്റെ ചിത്രമാണ്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് ഇത്രയും ഉള്ള ഒരു സെഡിമെന്ററി റോക്സിന്റെ ലെയർ ഫോം ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കളർ, റെഡിഷ് കളർ ഒക്കെ ആയിട്ടുള്ള ലേയേഴ്സ് നമുക്കിവിടെ ഓൾട്ടർനേറ്റിംഗ് ലേയേഴ്സ് ആയിട്ട് ഇത് പല കാലങ്ങളിലായിട്ട് രൂപപ്പെട്ടത് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെഡിമെന്ററി റോക്സ് 3 ടൈപ്പാണ്. ഒന്നാമത്തത് ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്ക്. ക്ലാസ്റ്റിക് സെഡിമെന്ററി റോക്സിലെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് കെമിക്കൽ സെഡിമെന്ററി റോക്സ്, കെമിക്കലി ഫോം ചെയ്ത റോക്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് കെമിക്കൽ സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്? Formed when water has evaporated from solution which contain minerals. എക്സാമ്പിൾ റോക്ക് സോൾട്ട് എന്നൊരു എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്ക് ജലത്തിലെ ലയിച്ചു ചേർന്ന പദാർത്ഥങ്ങൾ രാസപ്രവർത്തനങ്ങളിലൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം റോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ വെതറിങ് സംഭവിച്ചിട്ട് ജലത്തിലേക്ക് എത്തുന്ന മിനറൽസ് അയോൺസ് ആയിട്ട് മാറി അവ നദികളിലൂടെയും ജലത്തിലൂടെയും ക്യാരി ചെയ്ത് അവസാനം എവിടെ എത്തുന്നു? ഓഷനിലേക്ക് എത്തുന്നു. ഈ ജലത്തിൽ ലയിച്ച ഈ മിനറൽസിന്റെ അയോൺസ് എല്ലാം അവസാനം സമുദ്രത്തിൽ എത്തുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. സമുദ്രത്തിൽ എത്തുമ്പോൾ സമുദ്ര ജലത്തിന്റെ സോൾട്ടിന്റെ കാരണവുകയാണ്. സമുദ്രജലത്തിൽ എത്തുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കടൽ വെള്ളം ഉപ്പായിട്ട് മാറുന്നതിന്റെ കാരണം ഇതാണ്. ഈ ജലം എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ജലത്തിലെ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുകയും
അവ വീണ്ടും കെമിക്കൽ റിയാക്ഷനിലൂടെ വീണ്ടും തമ്മിൽ പ്രവർത്തിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? പുതിയ മിനറൽസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ മിനറൽസ് ഹാർഡൻ ചെയ്തിട്ട് റോക്സ് ആയിട്ട് മാറുന്നു. അത് അങ്ങനെ അത്തരം റോക്സ് നമ്മൾ എന്ത് കെമിക്കൽ സെഡിമെന്ററി റോക്സ് എന്ന് തന്നെ പറയുന്നു. റോക്ക് സാൾട്ട്, നമുക്ക് അതിനൊരു ഉപ്പുപാറ, അതിന് നമുക്ക് ഉദാഹരണമാണ് ജിപ്സം, ഒരു കെമിക്കൽ സെഡിമെന്ററി റോക്കാണ്. അപ്പോ എന്താണ്, എങ്ങനെയാണ് ഈ റോക്സ് ഉണ്ടാവുന്നത്? വെതറിങ്ങിന്റെ സമയത്ത്, ഡ്യൂറിംഗ് വെതറിംഗ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്, അയൺസ് ആർ ഡിസോൾവ്ഡ് ഇൻ ടു വാട്ടർ. അയൺസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. When the pre-existing rocks weathered, ions dissolved in water. These ions and they are carried in streams and ultimately they reaches the ocean. It's the ocean. These ions recombine by chemical precipitation to form minerals that can accumulate to be form എന്തായിട്ട് മാറുന്നു? കെമിക്കൽ സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെ അയോൺസ് അടങ്ങിയിട്ടുള്ള മിനറൽസ് സോലബിൾ ആയിട്ടുള്ള വാട്ടർ സീയിൽ എത്തുമ്പോൾ, ഓഷനിൽ എത്തുന്നത് കൊണ്ടാണ് സീ വാട്ടർ സോൾട്ടി ആയിട്ട് മാറുന്നു. ആ അവസാനം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കെമിക്കൽ സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറുന്നു. നമുക്ക് മൂന്നാമത് ഒരു ടൈപ്പ് റോക്കും കൂടെ പഠിക്കാനുണ്ട്, ഓർഗാനിക്കലി ഫോംഡ് ഓർ ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സ്. ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സ്, അപ്പൊ ഇത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൾട്ടിമേറ്റ് ആയിട്ട് ഭൂമിയിൽ കോണ്ടിനെന്റ്സിൽ ഉണ്ടാവുന്ന പ്രൈമറി റോക്സ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സിന് വെതറിങ് സംഭവിച്ച്, ഇറോഷൻ സംഭവിച്ച്, ട്രാൻസ്പോർട്ട് ചെയ്ത് അൾട്ടിമേറ്റ് എന്താ എവിടെ എത്തുന്നു? ഓഷനിലെത്തും. ഓഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവ സെറ്റിൽ ചെയ്യുന്നു, അല്ലെ? സെറ്റിൽ ചെയ്തിട്ട് റോക്കായിട്ട് വന്നെങ്കിൽ ക്ലാസിക് സെഡിമെന്ററി റോക്സ്. എന്നാൽ ഇതിൽ കുറച്ച് ഭാഗം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് സൊല്യൂഷൻ ആയിട്ട് ഓഷനിൽ എത്തുകയും അതിലെ അയോൺസ് എല്ലാം റീകമ്പൈൻ ചെയ്ത് പുതിയ മിനറൽ ഫോം ചെയ്യുന്നു. മിനറൽസ് കമ്പൈൻ ചെയ്തിട്ട് സെഡിമെന്ററി റോക്കായിട്ട് മാറുന്നെങ്കിൽ അത് കെമിക്കൽ സെഡിമെന്ററി റോക്സ്. മൂന്നാമത്തേതാണ്, ഇത്തരം സെഡിമെന്റ്സ് കടലില് ബ്രോക്കൺ പീസസ് ഒക്കെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഓർഗാനിക് റിമെയിൻസ് ഉണ്ടാവും. കോൾ, ലൈം സ്റ്റോൺ, ഇങ്ങനത്തെ ഒക്കെ ഈ രീതിയിൽ ഉണ്ടാവുന്ന റോക്സ് ആണ്. അപ്പൊ ജീവികളുടെ അവശിഷ്ടങ്ങളുടെ വിഘടന ഫലമായി രൂപം കൊള്ളുന്ന സെഡിമെന്ററി റോക്കിനെയാണ് നമ്മൾ ബയോകെമിക്കൽ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. ജലത്തിൽ ലയിച്ചിരിക്കുന്ന ധാതു അയോണുകളെ ആഗിരണം ചെയ്ത് ജീവികൾ അവയുടെ തോടുകളും എല്ലുകളും നിർമ്മിക്കുന്നു. എന്നുവെച്ചാല് ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സ് derived from living organisms. ലിവിങ് ഓർഗാനിസംസ് എക്സ്ട്രാക്ട് അയോൺസ് ഡിസോൾവ്. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അയോൺസ് ഒക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരുന്നു ഡ്യൂറിങ് വെതറിങ്. ആ സമയത്ത് ഈ ഡിസോൾവ്ഡ് അയോൺസ് അവസാനം അടങ്ങിയിട്ടുള്ള വാട്ടർ എവിടെ എത്തുന്നു? കടലിലേക്ക് എത്തുന്നു. കടലിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾ ഷെൽസ് ഉള്ള പല ജീവികളുണ്ട്. ഈ ഷെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലില് ഡിസോൾവ് ചെയ്തിരിക്കുന്ന അയോൺസിനെ, നേരത്തെ പറഞ്ഞു നമ്മൾ അയോൺസ് ഡിസോൾവ് ചെയ്തിരുന്നു അല്ലെ, പാറയിലുള്ള പല അയോൺസും വെള്ളത്തിലരിഞ്ഞ് കടലിലെത്തും. ആ അയോൺസ് ഈ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്യുന്നു ടു കൺസ്ട്രക്ട് ദർ ഷെൽസ് ആൻഡ് ബോൺസ്. അവയുടെ ബോൺസും ഷെൽസ് ഒക്കെ ഇതിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ആമ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഓർഗാനിസംസ് ഡൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആമയുടെയൊക്കെ അതിന്റെ ഷെൽസ് സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷൻ, അല്ലെ, ഓഷന്റെ അടിയിലേക്ക് എത്തുകയാണ്. റിമെയിൻസ് ക്യാൻ അക്യുമുലേറ്റ് ടു ബിക്കം സെഡിമെന്റ്. ഏറ്റവും അടിയിലേക്ക് എത്തുന്നു ആ ഷെല്ലുകൾ, അതിന്റെ ബോൺസ്, അതോടൊപ്പം തന്നെ കടലിന്റെ അടുത്തിട്ടുള്ള സെഡിമെന്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഹാർഡൻ ചെയ്ത് ലിക്വിഫൈ ചെയ്ത് എന്തായിട്ട് മാറുന്നു? സെഡിമെന്ററി റോക്ക്. അപ്പൊ ഈ ഇത്തരം സെഡിമെന്ററി ഓർഗാനിക് ലൈം സ്റ്റോണും കോറൽ ഡെപ്പോസിറ്റ്സ് എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ലാബിൽ നമുക്ക് ഓർഗാനിക് ലൈം സ്റ്റോൺ ഒക്കെ ഉണ്ട്. അത്ര ലൈം സ്റ്റോൺ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ലൈം സ്റ്റോണിനുള്ളില് കുറച്ച് ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകൾ കൂടെ ചേർന്നിട്ടുണ്ടായി കെട്ടിപ്പിടിച്ചുണ്ടായ റോക്കാണ്. അപ്പൊ ഇത്തരം റോക്കാണ് ബയോകെമിക്കൽ സെഡിമെന്ററി റോക്സ്. ഇതാണ് സെഡിമെന്ററി റോക്സ്, അല്ലെ? 3 രീതിയിലാണ് സെഡിമെന്ററി റോക്ക് ഉണ്ടാകുന്നത്. സെഡിമെന്ററി റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ടായിരുന്ന റോക്സ്, പഴയ റോക്ക് അല്ലെങ്കിൽ ആദ്യം ഉണ്ടായ പ്രൈമറി റോക്സ് അതിന് ഡിസന്റഗ്രേഷൻ സംഭവിച്ച് ബ്രോക്കൺ പീസസ് ആയിട്ട് മാറുന്നു. ആ ബ്രോക്കൺ പീസസ് പല പ്രോസസ്സിലൂടെ,
പല പ്രോസസ്സിലൂടെ കടന്നുപോയി ലിത്തിഫൈ ചെയ്ത് പുതിയ ടൈപ്പ് റോക്കായിട്ട് മാറുന്നു, ലേസ് ആയുള്ള റോക്കായിട്ട് മാറുന്നു ക്ലാസിക് സെഡിമെന്ററി റോക്സ്. ആദ്യം ഉണ്ടായ റോക്ക് വെതറിങ് സംഭവിക്കുമ്പോൾ അതിലുള്ള കുറേ അയോൺസ് മിനറൽസ് എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ഈ ഡിസോൾവ് ചെയ്ത അയോൺസ് അടങ്ങിയിട്ടുള്ള വാട്ടർ ദേ റീച്ച് അറ്റ് ദ ബോട്ടം ഓഫ് റീച്ച് അറ്റ് ദ ഓഷ്യൻ. അവിടെ എന്ത് പറ്റുന്നു, ഈ മിനറൽസ് എല്ലാം അയോൺസ് റീകമ്പൈൻ ചെയ്ത് മിനറൽസ് ഫോം ചെയ്യുന്നു, മിനറൽസ് ഹാർഡൺ ചെയ്ത് പുതിയ റോക്കായിട്ട് മാറുന്നു. കെമിക്കൽ സെഡിമെന്ററി റോക്കാണത്. മൂന്നാമത്തേതില് കടലിന്റെ അടുത്തട്ടിലുള്ള കടലിൽ ജീവിക്കുന്ന വ്യത്യസ്ത തരം ഓർഗാനിസംസ് അവരുടെ ഷെൽസും ബോൺസും എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ഇത്തരം ഡിസോൾവ് ആയിട്ടുള്ള അയോൺസ് കൊണ്ടാണ്. ഈ ഓർഗാനിസംസ് ഡൈ ചെയ്യുമ്പോൾ ഏറ്റവും വെൽ ദ ഓർഗാനിസംസ് ഡൈസ് the remains can accumulate to become sediment. അപ്പൊ അതിന്റെ ഷെൽസ് എല്ലാം സെഡിമെന്റ്സുമായിട്ട് ചേർന്നിട്ട് പുതിയ സെഡിമെന്ററി റോക്കായിട്ട് മാറുന്നു. ആൻ എക്സാമ്പിൾ ഓർഗാനിക് ലാൻഡ്സ്കേപ്പ്. ഇതാണ് നിങ്ങൾക്ക് സെഡിമെന്ററി റോക്സിനെ കുറിച്ച്, അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിന്റെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.